മക്കളെ, സ്നേഹാമസാണ്. ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പം നമ്മൾ ഓരോ ബേസിക്സ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിന്ദിയിൽ അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണ് ആഡ്വേർബ്. ഇംഗ്ലീഷിലൊക്കെ എന്താണ് ആഡ്വേർബ് എന്ന് നമുക്കൊക്കെ അറിയുന്നുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഹിന്ദിയിലൊന്ന് പഠിക്കാം. ഇംഗ്ലീഷിലെ ആഡ്വേർബ് എന്താണോ അത് തന്നെയാണ് എന്ത് നമ്മുടെ ഹിന്ദിയിലെ ക്രിയാവിശേഷൻ എന്ന് പറയുന്നത്. കുറച്ച് എക്സാമ്പിൾ ഒക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അത് പഠിച്ചു കളയാം. ക്രിയാവിശേഷൻ, ക്രിയ മീൻസ് എന്താണ്, വേർബ് ആണ്. വിശേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്നതിനെയാണ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ആഡ്വേർബ് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ക്രിയാവിശേഷൻ എന്ന് പരിചയപ്പെടാം. മക്കൾക്ക് എക്സാമിന് എങ്ങനെയാ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു വാക്യം ഫുള്ളായിട്ട് ഒരു സെന്റൻസ് തരുന്നുണ്ടാവും. അങ്ങനെ ആ സെന്റൻസിൽ നിന്നും നിങ്ങളോട് എന്ത് കണ്ടുപിടിക്കാൻ പറയും, ക്രിയാവിശേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. അപ്പൊ ക്രിയാവിശേഷൻ എന്താന്നുള്ളത് കറക്റ്റ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം അല്ലെ. അപ്പൊ നോക്കിക്കേ, ക്രിയ की रीति या विशेषता की सूचना देने वाले शब्द को ക്രിയാവിശേഷൻ കരുതി. എന്താ പറഞ്ഞിട്ടുള്ളത്, ക്രിയയുടെ നമ്മുടെ വേർബിന്റെ വിശേഷതയോ അല്ലെങ്കിൽ വേർബ് സംഭവിക്കുന്ന ആ രീതിയോ നമുക്ക് അതിന്റെയൊക്കെ എന്താണ് ഒരു സൂചന തരുന്ന ആ ഒരു ശബ്ദം, ഒരു വേർഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിയാവിശേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾ പറയുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി എന്താവും, നമുക്ക് സൂപ്പർ ആയിട്ട് മനസ്സിലാവും. നോക്കണേ, ഇവിടെ മിസ് പറഞ്ഞിട്ടുണ്ട് മുസ്കുറാത്തെ ഹുവേ കഹ. എങ്ങനെയാണ്, മുസ്കുറാത്തെ ഹുവേ കഹ. ആദ്യം ഇങ്ങനെയുള്ള സെന്റൻസുകളിൽ ഇങ്ങനെയുള്ള സംഭവം വരുന്ന സമയത്ത് നിങ്ങൾ വേർബ് കണ്ടുപിടിക്കണം, അതായത് പ്രവൃത്തി കണ്ടുപിടിക്കണം. എന്താണ് ഇവിടുത്തെ വേർബ്, എന്താ വരുന്നത്, കഹ, പറഞ്ഞു എന്ന് പറയുന്നതാണ് വേർബ്. ഇനി നോക്കാം, ഈ വേർബിനെ നമ്മൾ വിശേഷിപ്പിക്കുകയാണ്. പറഞ്ഞു, കഹ. എങ്ങനെ പറഞ്ഞു, മുസ്കുറാത്തെ ഹുവേ കഹ. നമ്മൾ എങ്ങനെ പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞു പറയുന്ന വേർബിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് കുറച്ചുകൂടി വിശേഷത കൂട്ടി പറഞ്ഞതാണ് അല്ലെ. കഹ, എങ്ങനെ കഹ, മുസ്കുറാത്തെ ഹുവേ കഹ, നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. നെക്സ്റ്റ് സെന്റൻസ് നോക്കിക്കേ, ധീരെ ധീരെ ചൽത്താ ഹേ. ഈ ചൽത്താഹി എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടെ എന്ത്, നമ്മുടെ വേർബായിട്ട് വരുന്നത്. ചൽത്താഹിയാണ് നമ്മുടെ വേർബായിട്ട് വരുന്നത്. പക്ഷേ നമ്മൾ നടന്ന കാര്യമാണ് പറയുന്നത് അല്ലെ. ചൽത്താഹേ, നടന്നു. എങ്ങനെ നടക്കുന്നു, എങ്ങനെയാ നടക്കുന്നത്, ധീരെ ധീരെ ചൽത്താഹേ, മെല്ലെ മെല്ലെയാണ് നടക്കുന്നത്. എങ്ങനെയാണ്, ധീരെ ധീരെ. ഈ ക്രിയയെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച വാക്കാണ് ധീരെ ധീരെ എന്ന് പറയുന്നത്. അപ്പൊ ഈ ധീരെ ധീരെ എന്തായിരിക്കും, ഇവിടെ ക്രിയാവിശേഷനായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നഹാന ചാഹിയേ. ചാഹിയേ എന്ന് വെച്ചാൽ എന്താണ്, നമ്മള് റോസ് നഹാന ചാഹിയേ, ഇവിടെ വേണം എന്നുള്ള ആ ഒരു സംഭവമാണ് നമ്മൾ പറയുന്നത് അല്ലെ. നഹാന ചാഹിയേ, കുളിക്കണം എന്നാണ് നമ്മളോട് പറയുന്നത്. എങ്ങനെ കുളിക്കണം എന്നാ പറയുന്നത്, കുളിക്കുന്ന രീതി നമ്മളോട് പറയുന്നുണ്ട്. റോസ്, റോസ് മീൻസ് എന്താണ്, ഡെയിലി കുളിക്കണം. കുളിക്കണം എന്നുള്ള ആ പ്രവൃത്തിയെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡെയിലി റോസ് ആ രീതി പറയാണ്. അപ്പൊ ഇവിടുത്തെ ക്രിയാവിശേഷണം ഇതായിരിക്കും, റോസ് എന്ന് പറയുന്നതായിരിക്കും. അപ്പൊ ക്രിയാവിശേഷൻ കണ്ടുപിടിക്കുക എന്താണ്, വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചാൽ മതി, വേർബ് എവിടെയാണോ ആ വേർബ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായി, നമ്മുടെ ക്രിയാവിശേഷണം കിട്ടും എന്നുള്ള കാര്യമാണ് കേട്ടോ. ഈ ലാസ്റ്റ് നമുക്ക് ഒരു എക്സാമ്പിളും കൂടി നമുക്ക് ഒന്ന് നോക്കാം. നോക്കി, എന്താണ്, ജൽദി ചലോ. ഓക്കെ, ഇവിടെ ചലോ. ഓക്കെ, ചലോ എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത് എന്ന് പറയുന്നത്, വേർബ് എന്ന് പറയുന്നത്. ചലോ, പോകാം എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത്, വേർബ് എന്ന് പറയുന്നത്. ഈ വേർബിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചത്, ജൽദി ജൽദി, വേഗം വേഗം. എങ്ങനെ പോകണം, വേഗത്തിലാണ് പോകേണ്ടത് എന്നുള്ള ആ ഒരു സംഭവം അല്ലെ. വേർബിനെ വിശേഷിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച ക്രിയാവിശേഷൻ ജൽദി ജൽദിയാണ്. അപ്പൊ ഇനി ക്രിയാവിശേഷൻ എന്ന് പറയുന്ന സംഭവം കണ്ടുപിടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ മക്കൾക്ക് ഒരു ഡൗട്ടും ഇല്ല. കാരണം എന്താണ്, നമ്മൾ ആദ്യം വേർബ് കണ്ടുപിടിക്കുന്നു. കഹ, ചൽത്താഹേ, നഹാന ചാഹിയെ, ചലോ എന്ന് പറയുന്ന ഒക്കെ ഇവിടെ വേർബാണ്. എന്നിട്ട് അതിനൊക്കെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് വേർഡാണോ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ അതിന്റെ ഒക്കെ എന്താണ് രീതി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് വേർഡാണോ ഉപയോഗിച്ചത്, അതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്, ക്രിയാവിശേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾ ക്രിയാവിശേഷനും വിശേഷണം ഒക്കെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർബന്ധമായിട്ടും ഇത് പഠിക്കണം. ഇതൊക്കെ പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് നമ്മുടെ ഹിന്ദി പ്രോപ്പർ ആയിട്ട് നമുക്ക് എഴുതി പോകാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.